പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനിയാളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ്. ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡ് ആരംഭം കുറിക്കുന്നത് പുതിയ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ CM പങ്കിൻ്റെ സെഗ്മെൻറ്റോട് കൂടിയിട്ടാണ്. ഒരു സെലിബ്രേഷൻ സെഗ്മെൻ്റ് ആയിരുന്നു. CM പങ്ക് ചാമ്പ്യൻഷിപ്പ് വിജയിച്ചതിനെ സംബന്ധിച്ചും അദ്ദേഹം ഒരു ഫൈറ്റിംഗ് ചാമ്പ്യൻ ആയിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചും അദ്ദേഹം ഇനി ആരൊക്കെ നേരിടാൻ താല്പര്യമുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചും സംസാരിക്കുന്നു. കോഡി റോഡ്സിൻ്റെ പേര് മനഃപൂർവ്വം CM പങ്ക് പറയാതിരിക്കുന്നു. അങ്ങോട്ടേക്ക് നമ്മൾ പ്രതീക്ഷിച്ച പോലെ കോഡി റോഡ്സ് തന്നെ വരുന്നു. കോഡി റോഡ്സ് വന്നിട്ട് CM പങ്കിനെ അഭിനന്ദിക്കുന്നു. അപ്പോൾ CM പങ്ക് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് വന്നത് എന്നുള്ളത്. നീ വെറുതെയല്ല വന്നത്, നിനക്ക് ചാമ്പ്യൻഷിപ്പ് മാച്ചാണ് വേണ്ടത് എന്ന് അറിയാം. അപ്പോൾ സമ്മർ സ്ലാമിലേക്ക് ഇരുവരും തമ്മിലുള്ള ഒരു മത്സരം കൂടി ഒഫീഷ്യലായി കൺഫേം ചെയ്തതാണ് ആ ഒരു സെഗ്മെൻറ്റിലൂടെ നമുക്ക് കാണാൻ സാധിച്ചത്. കൂടാതെ ഇരുവരും ഷേക്ക് ഹാൻഡ് കൊടുത്ത് ഇങ്ങനെ ഒഴിഞ്ഞു പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിനുശേഷം സ്ക്രീനിൽ നമുക്ക് കാണാൻ സാധിച്ച ബാക്ക് സ്റ്റേജ് ഇൻ്റർവ്യൂ ജേഡ് കാർഗിൽ, ബി-ഫാബ്, മീച്ചിൻ തുടങ്ങിയവരുടേതായിരുന്നു. ഷാർലറ്റ് ഫ്ലെയർ, അലക്സ ബ്ലിസ് തുടങ്ങിയവർക്കൊരു വാർണിംഗ് കൊടുക്കുന്ന ഒരു മൊമെൻ്റ് ആയിരുന്നു ആ ഒരു ബാക്ക് സ്റ്റേജ് ഇൻ്റർവ്യൂ. പിന്നീട് തിരികെ റിങ്ങിലേക്ക് ഒരു മത്സരത്തിന് വേണ്ടിയിട്ടാണ് സ്മാക്ഡൗൺ എപ്പിസോഡ് കടക്കുന്നത്. ആദ്യ മത്സരം ഫിൻ ബാലറും ടാമ ടോങ്കയും തമ്മിലുള്ള മത്സരമായിരുന്നു. ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിലെ ഗംഭീര മത്സരങ്ങളിൽ ഒന്നായിരുന്നു ഇത് എന്ന് തന്നെ പറയേണ്ടി വരും. ഫിൻ ബാലറും ടാമ ടോങ്കയും നല്ല രീതിയിൽ പെർഫോം ചെയ്തതിൻ്റെ അവസാന വക്കിലേക്ക് എത്തുന്ന ഒരു സമയത്താണ് ടോളാൻ ടാങ്കയുടെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നത്. എന്നാൽ അതിനെ ഫിൻ ബാലർ ഓവർകം ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പിൻഫോളിലൂടെ തന്നെ ടാമ ടോങ്കയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഫിൻ ബാലർ വിജയം കരസ്ഥമാക്കുന്നു. മത്സരം കഴിഞ്ഞ ഉടനെ തന്നെ ടോളാൻ ടോങ്ക ആക്രമിക്കാൻ വേണ്ടി കയറുന്നുണ്ടെങ്കിലും ഫിൻ ബാലർ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നതാണ് കാണാൻ സാധിച്ചത്. പിന്നീട് വന്ന മറ്റൊരു ബാക്ക് സ്റ്റേജ് ഇൻ്റർവ്യൂ സെഗ്മെൻറ്റിൽ കാർമെലോ ഹെയ്സ് ട്രിക് വില്യംസിനുള്ള വലിയൊരു വെല്ലുവിളി കൊടുക്കുന്നുണ്ട്. കാർമെലോ ഹെയ്സ് ആ ചാമ്പ്യൻഷിപ്പ് മത്സരത്തിലേക്ക് വരും എന്നുള്ളത് കാർമെലോ ഹെയ്സ് പറയുന്നതായിട്ടാണ് കേൾക്കാൻ സാധിച്ചത്. അതിനുശേഷം നടന്ന ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ നിലവിലെ WWE ടാഗ് ടീം ചാമ്പ്യന്മാരിൽ ഒരാളായ ആർട്രൂത്ത് ഫ്രാക്സിയം ടീമിനോട് സംസാരിക്കുന്നു. അങ്ങോട്ടേക്ക് വാരിയേഴ്സ് വരുന്നു. ചാമ്പ്യൻഷിപ്പ് മത്സരം എന്നുള്ളത് ചോദിക്കുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് ജിമ്മി യൂസോയും ജേക്കബ് ഫാറ്റും വന്നുകൊണ്ട് സോളോ സിക്കോവയെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. റോയ്സ് കീസിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് ഡാമിൻ പ്രീസ്റ്റ് കയറി വന്നുകൊണ്ട് റോയ്സ് കീസ് സ്മാക്ഡൗണിൽ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആർട്രൂത്ത് എന്തിനാണ് റോയ്സ് കീസിന് ഒറ്റി കൊടുത്തത് എന്ന് ചോദിക്കുമ്പോൾ അവനുമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് നമ്മൾ ഇടപെടണ്ട എന്നുള്ളതാണ് ഡാമിൻ പ്രീസ്റ്റ് ഒരു അഡ്വൈസ് പോലെ ട്രൂത്തിനോട് പറയുന്നത്. വീണ്ടും ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻ്റ് ആണ് കാണാൻ സാധിച്ചത്. സ്മാക്ഡൗൺ ജനറൽ മാനേജറായിട്ട് തിരികെ കയറിയ നിക് ഓൾഡീസിൻ്റെ ആ ഒരു റൂമിലേക്ക് ഗിന്ദർ വരുന്നു. ഈ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻഷിപ്പ് മത്സരം സമ്മർ സ്ലാമിലേക്ക് വെച്ചത് മാറ്റണമെന്നും തന്നെയും കൂടി ഇൻവോൾവ് ചെയ്യിപ്പിക്കണം. അതിന് ഈ ഒരു ദിവസം ഞാനൊരു സമയം പോലെ വെക്കുകയാണ്. ഇതിന് കൃത്യമായിട്ടുള്ളൊരു ഉത്തരം കിട്ടണമെന്ന് ഗിന്ദർ പറയുന്നു. കൃത്യമായിട്ടുള്ളൊരു ഉത്തരം തരാമെന്നും നിക് ഓൾഡീസ് മറുപടി കൊടുക്കുകയും ചെയ്യുന്നു. പിന്നീട് സ്മാക്ഡൗൺ എപ്പിസോഡ് ഒരു ഇൻ റിംഗ് സെഗ്മെൻറ്റിലേക്കാണ് പോകുന്നത്. ജിമ്മി യൂസോയും ജേക്കബ് ഫാറ്റും റിംഗിൽ കയറിക്കൊണ്ട് സോളോ സിക്കോവയെ അങ്ങോട്ടേക്ക് വരാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. പക്ഷേ മ്യൂസിക് പ്ലേ ആകുന്നുണ്ടെങ്കിലും സോളോ സിക്കോവയല്ല വന്നത്, പകരം റോയ്സ് കീസ് ആയിരുന്നു. റോയ്സ് കീസിൻ്റെ പേര് എന്തിനാണ് ജിമ്മി യൂസോ മെൻഷൻ ചെയ്തത് എന്നുള്ളതിനെ സംബന്ധിച്ച് സംസാരിക്കുന്നു. അപ്പോൾ ബ്ലഡ് ലൈനുമായിട്ട് ആര് പ്രശ്നമുണ്ടാക്കിയാലും ഞങ്ങൾ ഇടപെടുമെന്ന് പറയുന്നു. OTCയുടെ നിർദ്ദേശം അങ്ങനെയാണ്. അപ്പോൾ OTC ആണെന്ന് റോയ്സ് കീസ് ചോദിക്കുന്നു. അപ്പോൾ ജേക്കബ് ഫാറ്റു ഇടപെടുന്നു. OTC എന്നുള്ള പേര് പരാമർശിക്കേണ്ട എന്ന് പറയുന്നു. അപ്പോൾ അവർക്ക് തമ്മിലുള്ള ഒരു ഹിസ്റ്ററി റോയ്സ് കീസ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ ബ്ലഡ് ലൈനാണ് എന്ന് ജിമ്മി യൂസോ പറയുന്നു. അങ്ങനെ ഇവർ തമ്മിലുള്ള ഒരു വാക്ക് തർക്കം അവസാനം ജിമ്മി യൂസോയും റോയ്സ് കീസും തമ്മിലുള്ള ഒരു ഫൈറ്റിലേക്കും അവിടെ നിന്നൊരു മാച്ചിലേക്കും പോകുന്നു. അങ്ങനെ ജിമ്മി യൂസോയും റോയ്സ് കീസും തമ്മിലുള്ള മത്സരം ആരംഭിക്കുന്നു. എന്നാൽ ജിമ്മി യൂസോയുടെ കൂടെ ജേക്കബ് ഫാറ്റു മത്സരത്തിൽ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം അതിനു മുൻപേ തന്നെ നീ തന്നെ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്തോ എന്ന് പറഞ്ഞ് ആ ഒരു സെഗ്മെന്റിൽ നിന്ന് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ജിമ്മി യൂസോയും റോയ്സ് കീസും തമ്മിലുള്ള മത്സരം ഒരു ബിലോ ഏവറേജ് മാച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. മത്സരത്തിൻ്റെ ഒരു അവസാന ഭാഗങ്ങളിൽ അപ്രതീക്ഷിതമെന്നോണം സോളോ സിക്കോവയുടെ ഒരു എൻട്രി ഉണ്ടാകുന്നു. അദ്ദേഹം ജിമ്മി യൂസോയെ സമോൺ സ്പൈക്ക് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ജേക്കബ് ഫാറ്റു അദ്ദേഹത്തിന് മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് വരുന്നു. അങ്ങനെ സോളോ സിക്കോവയും ജേക്കബ് ഫാറ്റും എന്നുള്ള ഒരു ഫൈറ്റ് നടക്കുന്നു. ഈ അവസരത്തിൽ റോയ്സ് കീസിനെ സ്പിയർ ചെയ്ത് ജിമ്മി യൂസോ മത്സരത്തിൽ വിജയം കണ്ടെത്തുന്നു. അതിനുശേഷം ജേക്കബ് ഫാറ്റു സോളോ സിക്കോവയെ റിങ്ങിലേക്ക് ഇട്ട് ആക്രമിക്കുന്ന സമയത്ത് റോയ്സ് കീസ് അതിലേക്ക് ഇടപെടുന്നു. ജേക്കബ് ഫാറ്റു അവസാനം റോയ്സ് കീസിനെയും ആക്രമിക്കുന്നുണ്ട്. പിന്നീട് സ്റ്റീൽ ചെയർ ഉപയോഗിച്ച് വലിയ ആക്രമണം സോളോ സിക്കോവയ്ക്കെതിരെ ജേക്കബ് ഫാറ്റു ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു സമയത്ത് അത് ചെയ്യുന്നില്ല, അത് പൂർണ്ണമാക്കുന്നില്ല. പറയുന്നത് റോ എപ്പിസോഡിൽ വന്ന് നീ വീണ്ടും ബ്ലഡ് ലൈനിൽ റീജോയിൻ ചെയ്തോ, അല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ ഒരു കാര്യങ്ങളായിരിക്കും നിനക്ക് നേരിടേണ്ടി വരിക എന്നുള്ളത് ഒരു വാർണിംഗ് പോലെ സോളോ സിക്കോവയ്ക്ക് കൊടുത്ത് ജേക്കബ് ഫാറ്റു അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതാണ് കാണാൻ സാധിച്ചത്. മറ്റൊരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻ്റ് ആയിട്ട് നടന്നിട്ടുണ്ടായിരുന്നത് CM പങ്കിൻ്റെ ഭാഗമായിരുന്നു. CM പങ്ക് സമ്മർ സ്ലാമിലെ മത്സരത്തെ സംബന്ധിച്ച് സംസാരിക്കുന്ന സമയത്ത് കാൻഡിസ് ലെറെ, ജോണി ഗർഗാന തുടങ്ങിയവരുടെ ഒരു ശ്രദ്ധയിലേക്ക് വരുന്നു. അപ്പോൾ കാൻഡിസ് ലെറെ, ജോണി ഗർഗാന തുടങ്ങിയവർക്ക് ഒരു അഡ്വൈസ് CM പങ്ക് കൊടുക്കുന്നതായിട്ടാണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചത്. അതിനുശേഷം അദ്ദേഹം ഫിൻ ബാലർ ഒരു ഫേസ് ടു ഫേസ് ഭാഗം വരുന്നു. സ്മാക്ഡൗണിലേക്ക് ഫിൻ ബാലർ CM പങ്കിനെ സ്വാഗതം ചെയ്യുന്നതും കാണാൻ സാധിക്കുകയുണ്ടായി.
സ്മാക്ഡൗൺ എപ്പിസോഡിലെ മൂന്നാമത്തെ മത്സരം വുമൻസ് ഡിവിഷനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടുള്ളതായിരുന്നു. ജേഡ് കാർഗിലും അലക്സിയ ബ്ലിസും തമ്മിലുള്ള ഒരു മത്സരമായിരുന്നു. ഇതും ഒരു ബിലോ ഏവറേജ്, അതിനേക്കാൾ താഴെയുള്ളൊരു മത്സരമായിട്ടാണ് കാണാൻ സാധിച്ചത്. അലക്സിയ ബ്ലിസിൻ്റെ കൈ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ളൊരു ആക്രമണം കാഴ്ചവെക്കുന്ന ജേഡ് കാർഗിലിൻ്റെ മൊമെൻ്റാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതായത് മത്സരത്തിൽ ജേഡ് കാർഗിൽ വിജയിച്ചു. അതിനുശേഷം സ്റ്റീൽ ചെയർ ഉപയോഗിച്ചുകൊണ്ട് ഷാർലറ്റിന് പോലും സഹായിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ആക്രമണമായിരുന്നു അലക്സിയ ബ്ലിസിൻ്റെ കൈക്ക് കേന്ദ്രീകരിച്ച് ജേഡ് കാർഗിൽ നടത്തിയത്. അത് പെർഫെക്റ്റ് എക്സിക്യൂട്ട് ചെയ്യാനും അവർക്ക് സാധിച്ചു. കാരണം കൈക്ക് സംഭവിച്ചിട്ടുള്ള ഒരു ഇഞ്ചുറി, കൈ ഒടിഞ്ഞോ എന്ന് നമ്മളെ തോന്നിപ്പിക്കും. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ അലക്സിയ ബ്ലിസ് പുറത്തേക്ക് ഇട്ടിരിക്കുന്ന ഫോട്ടോസും കൈ യഥാർത്ഥത്തിൽ ഇഞ്ചുവേർഡ് ആയോ എന്നുള്ളൊരു സംശയം പോലും നമ്മളിൽ ഉണർത്തുന്നുണ്ട്. എന്തായാലും അലക്സിയ ബ്ലിസ് ഇനി കുറച്ച് നാളുകൾ മാറി നിൽക്കുന്നതായിരിക്കും കാണാൻ സാധിക്കുക. അപ്പോൾ ഷാർലറ്റ് 3-on-1 എന്നുള്ള ഒരു സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെ ജേഡ് കാർഗിലിനെ നേരിടും എന്നുള്ളതായിരിക്കും ഇനിയുള്ള സ്മാക്ഡൗണിൽ പറയാൻ പോകുന്ന സ്റ്റോറി. പിന്നീട് വന്ന ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ നിലവിലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ ട്രിക് വില്യംസിന് പുതിയ ഒരു സ്ട്രാപ്പൊക്കെ മാറ്റിയിട്ടുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പ് ലിൽ എലിയാച്ചി എന്ന് പറയുന്ന സെലിബ്രിറ്റി സമ്മാനിക്കുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത്. സ്മാക്ഡൗൺ എപ്പിസോഡിലെ നാലാമത്തെയും അവസാനത്തെയും ഒരു മത്സരമായി കാണാൻ സാധിച്ചത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ ട്രിക് വില്യംസും കാർമെലോ ഹെയ്സും തമ്മിലുള്ള മത്സരമായിരുന്നു. ഇതൊരു നോൺ ടൈറ്റിൽ മത്സരമാണ്. വിജയിച്ച കാർമെലോ ഹെയ്സിന് ട്രിക് വില്യംസിൻ്റെ ചാമ്പ്യൻഷിപ്പിന് ഒരു അവസരം കിട്ടും എന്നുള്ളതായിരുന്നു സ്റ്റിപ്പുലേഷൻ. പക്ഷേ ഗംഭീരമായി പോയിക്കൊണ്ടിരുന്ന മത്സരത്തിൽ ഒരു വമ്പൻ സർപ്രൈസ് ആയിരുന്നു നമ്മളെ കാത്തിരുന്നത്. അതായത് ആര് വിജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷ സൃഷ്ടിച്ചു പോകുന്ന ഒരു സമയത്തായിരുന്നു ബെറൺ കോർബിൻ്റെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു അപ്പിയറൻസും കാർമെലോ ഹെയ്സിനെ ആക്രമിക്കുന്നതും. ട്രിക് വില്യംസിനെയും ബെറൺ കോർബിൻ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ എൻഡ് ഓഫ് ഡേയ്സ് എന്ന് പറയുന്ന ഫിനിഷർ അടിച്ച് ആക്രമിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരെയും ആക്രമിച്ച് ആ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പ് ബെറൺ കോർബിൻ എടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ തിരിച്ചറിവ് ചാമ്പ്യൻഷിപ്പ് നേടാൻ തന്നെയാണ് എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്. മിഡ് കാർഡ് ഡിവിഷനിൽ ഇനി ബെറൺ കോർബിൻ്റെ ഒരു വരവ് സ്മാക്ഡൗണിന് വലിയ ബൂസ്റ്റ് ആയിരിക്കും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. എന്തായാലും നല്ല കിടിലൻ സ്റ്റോറി ലൈനുകൾ സ്മാക്ഡൗണിൻ്റെ മിഡ് കാർഡിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഈ ബെറൺ കോർബിൻ്റെ തിരിച്ചറിവിലൂടെ മാത്രം മനസ്സിലാക്കാൻ സാധിച്ചതാണ്. സ്മാക്ഡൗൺ എപ്പിസോഡിലെ എൻഡിംഗ് ഭാഗമായി നമുക്ക് കാണാൻ സാധിച്ചത് ഗുന്തർ നേരത്തെ പറഞ്ഞതുപോലെ നിക് ഓൾഡിസിനോട് എന്താണ് നിക് ഓൾഡിസിൻ്റെ ആ സമ്മർ സ്ലാമിലെ മാച്ചിനെ സംബന്ധിച്ചുള്ള ഒരു അഭിപ്രായം എന്നുള്ളത് ചോദിക്കാൻ വേണ്ടിയിട്ട് റിങ്ങിലേക്ക് വരുന്നു. നിക് ഓൾഡിസിനെ അങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. നിക് ഓൾഡിസ് വരുന്നു. സമ്മർ സ്ലാമിലെ മെയിൻ ഇവൻറ്റ് മത്സരത്തിൽ യാതൊരുവിധ വ്യത്യാസവും ഇല്ല എന്ന് പറയുന്നു. കൂടാതെ സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻറ്റ് എന്ന് പറയുന്ന അടുത്ത ഞായറാഴ്ച നടക്കാൻ പോകുന്ന സ്പെഷ്യൽ പ്രോഗ്രാമിൽ ഗുന്തറും സാമിസനും ടീം ആയിക്കൊണ്ട് CM പങ്ക്, കോഡി റോഡ്സ് തുടങ്ങിയവർക്കെതിരെ ഒരു ടാഗ് ടീം മത്സരം കളിക്കുമെന്നുള്ളതും ഉറപ്പിച്ച് പറയുന്നു. അതിൽ രൂക്ഷമായിട്ടുള്ള ഒരു ഭാഗത്തിലേക്ക് എത്തിയ ഗുന്തർ പിന്നീട് വലിയൊരു ആക്രമണം നിക് ഓൾഡിസിന് നേർക്ക് കാഴ്ചവെക്കുന്നു. അദ്ദേഹത്തെ പിടിച്ചു നിർത്താൻ ഒഫീഷ്യൽസിനോ മറ്റ് സ്റ്റാഫുകൾക്കോ സാധിക്കുന്നില്ല. സബ്മിഷൻ ഇട്ട് നിരന്തരം ആക്രമിച്ച ഗുന്തറിനെതിരെ അവസാനം കോഡി റോഡ്സിൻ്റെ ഒരു വരവ് കാണിച്ചിട്ടാണ് സ്മാക്ഡൗൺ എപ്പിസോഡ് അവസാനിക്കുന്നത്. പക്ഷേ അതിനുശേഷം സ്മാക്ഡൗണിൽ നടന്നിട്ടുള്ള ഭാഗങ്ങൾ എക്സ്ക്ലൂസീവ് വീഡിയോ ആയിട്ട് അവർ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. കോഡി റോഡ്സിൻ്റെ എൻട്രൻസ് സമയത്ത് സ്മാക്ഡൗൺ അവസാനിച്ചു എന്നുണ്ടെങ്കിലും കോഡി റോഡ്സ് വന്ന ഉടനെ തന്നെ ഗുന്തർ ആ സബ്മിഷൻ വിട്ടിട്ട് അദ്ദേഹം റിങ്ങിൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്നു, രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. കോഡി റോഡ്സ് ഒരു മത്സരത്തിന് വേണ്ടി ഗുന്തറിനെ ചലഞ്ച് ചെയ്യുന്നുണ്ടെങ്കിലും ഗുന്തർ അത് കേൾക്കാത്ത പോലെ അദ്ദേഹം ബാക്ക് സ്റ്റേജിലേക്ക് പോകുന്നുണ്ട്. ഒരു 1-on-1 മത്സരത്തിന് വേണ്ടിയിട്ടാണ്, അവിടെ വെച്ചൊരു മത്സരത്തിന് വേണ്ടിയിട്ടാണ് കോഡി റോഡ്സ് ചലഞ്ച് ചെയ്തത്. പക്ഷേ അത് ഗുന്തർ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. അദ്ദേഹം ബാക്ക് സ്റ്റേജിലേക്ക് പോകുന്നു. അത്തരത്തിലുള്ളൊരു മൊമെൻറ്റ് യഥാർത്ഥത്തിൽ സ്മാക്ഡൗൺ എപ്പിസോഡിൽ കാണിക്കേണ്ടതായിരുന്നു. ടൈമിൻ്റെ പ്രശ്നങ്ങൾ കാരണം അത് അവർ സ്മാക്ഡൗണിൽ നിന്ന് ഒഴിവാക്കി. പിന്നീട് അതായത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുകയായിരുന്നു. സ്മാക്ഡൗൺ എപ്പിസോഡിൽ മറ്റൊരു ബാക്ക് സ്റ്റേജ് ഫൈറ്റും കൂടി നടന്നിട്ടുണ്ടായിരുന്നു. ഒരു ബാക്ക് സ്റ്റേജ് ഫൈറ്റ് എന്ന് അതിലേക്ക് നയിക്കുന്ന ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു ബാക്ക് സ്റ്റേജ് ഇൻ്റർവ്യൂ സെഗ്മെൻറ്റിൽ ടിഫനി സ്ട്രാറ്റൻ വീണ്ടും ഒരു ചാമ്പ്യൻഷിപ്പ് വിജയിക്കുന്നതിനെ സംബന്ധിച്ച് സംസാരിക്കുന്നു. അങ്ങോട്ടേക്ക് ചെൽസി ഗ്രീൻ വരുന്നു. ചെൽസി ഗ്രീനും ടിഫനി സ്ട്രാറ്റനും ടീം ആയിക്കൊണ്ട് വുമൻസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് വിജയിക്കുന്നതിനെ സംബന്ധിച്ചാണ് സംസാരിക്കുന്നത് എന്നുള്ളത് ചെൽസി ഗ്രീൻ അവകാശപ്പെടുന്നു. അതാണെന്നും ടിഫനി സ്ട്രാറ്റൻ പറയുന്നുണ്ട്. അങ്ങോട്ടേക്ക് ലാഷ് ലെജൻഡും നയ ജാക്സും വരുന്നു. ടിഫനിയുടെ കയ്യിലുള്ള വുമൻസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പിന് ഞങ്ങൾ വരുന്നുണ്ട് എന്നുള്ളൊരു വാർണിംഗ് കൊടുക്കുന്നു. അതിനുശേഷം ടിഫനിയും അവിടെ നിന്ന് പോകുന്നു. ഒറ്റക്കായ ചെൽസി ഗ്രീനെ ബ്ലേക്ക് മെൻട്രോ പിറകിലൂടെ വന്ന് ആക്രമിക്കുന്നു. അങ്ങനെ തിരിച്ചടിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു ആക്രമണം ബ്ലേക്ക് മെൻട്രോ ചെൽസി ഗ്രീനെതിരെ കാഴ്ചവെച്ചുകൊണ്ടുള്ള ഒരു മൊമെൻറ്റും കൂടി സ്മാക്ഡൗണിൽ നടന്നിട്ടുണ്ടായിരുന്നു. സമയത്തിൻ്റെ ഒരു പ്രശ്നം മൂലമാണ് ഇതൊന്നും കാണിക്കാതിരുന്നത് എന്ന് തോന്നുന്നു. ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡ് സംഭവബഹുലമായിട്ടുള്ള ഒരു സ്മാക്ഡൗൺ എപ്പിസോഡാണോ എന്ന് ചോദിക്കുമ്പോൾ ബെറൺ കോർബിൻ്റെ റിട്ടേൺ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണെങ്കിലും ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ അത് നടന്നത് അപ്രതീക്ഷിതമായിരുന്നു. മറ്റേതെല്ലാതും ഒരു ഏവറേജ് അല്ലെങ്കിൽ ഒരു എബോവ് ഏവറേജ് അല്ലെങ്കിൽ വലിയൊരു എപ്പിസോഡ് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ബോറടിപ്പിക്കാത്തൊരു എപ്പിസോഡ് എന്ന് ആണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ പ്രതികരണം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണുന്നത് വരെ ബൈ.